ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് 11ാം ആഴ്ചയിലേക്കുള്ള നോമിനേഷൻ ലിസ്റ്റ് വന്നിട്ടുണ്ട്. ലിസ്റ്റ് ഇന്നലെയാണ് വന്നത്. വോട്ടിംഗ് ഓൾറെഡി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ വീഡിയോ ഇടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. കോളേജിൽ നിന്നൊരു ട്രിപ്പ് വാഗമണിലേക്ക് പോയിരുന്നതുകൊണ്ട് ഇന്നലെ ഒരു ഫുൾ ഡേ നമ്മൾ ഒരു വീഡിയോ പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും അതൊക്കെ പോട്ടെ. ബിഗ് ബോസ് മലയാളം സീസൺ 7ൻ്റെ 11ാം ആഴ്ചയിലേക്കുള്ള നോമിനേഷൻ ലിസ്റ്റിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് 6 കണ്ടസ്റ്റൻസ് ആണ്. ഒന്ന് ഷാനവാസ്, 2 ആര്യൻ, മൂന്നാമത് വേദലക്ഷ്മി, നാലാമത് നൂറ, അതുപോലെ തന്നെ ഈ പറയുന്ന നേവിനും ഈ പറയുന്ന നോമിനേഷൻ ലിസ്റ്റിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അക്ബറും ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിലുണ്ട്. അപ്പോൾ 6 കണ്ടസ്റ്റൻസ് ആണ് ആകെ മൊത്തം ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു വീക്കിൽ ഈ ഒരു 6 കണ്ടസ്റ്റന്റിൽ നിന്ന് പുറത്തു പോകാനായിട്ട് ഏറ്റവും അധികം സാധ്യതയുള്ള 2 മത്സരാർത്ഥികൾ എന്ന് പറയുന്നത് ഈ പറയുന്ന അക്ബർ ഖാനും നേവിനും ആയിരിക്കും. നേവിന് കുറച്ചുകൂടി സാധ്യത കാണുന്നുണ്ട്. കാരണം മറ്റുള്ള കണ്ടസ്റ്റൻസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈ പറയുന്ന സോഷ്യൽ മീഡിയ പോളുകളിലും അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിലും പിന്നെ നമ്മളുടേതായിട്ടുള്ള കമ്മ്യൂണിറ്റി പോളുകളിലൊക്കെ വ്യക്തമായിട്ട് വോട്ടിങ്ങിൽ വളരെ പുറകെ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് നേവിനും അക്ബർ ഖാനും. അപ്പോൾ തീർച്ചയായിട്ടും അക്ബർ കുറച്ചുകൂടി ഒരു എൻ്റർടൈനറാണ്. അത്യാവശ്യം കണ്ടന്റുകളൊക്കെ കൊടുക്കുന്ന വ്യക്തിയാണെങ്കിൽ തന്നെ വോട്ടിങ്ങിൽ നമുക്ക് ആ ഒരു മികവ് പലപ്പോഴും കാണാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ആര്യൻ ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. പക്ഷേ പുള്ളിക്കാരൻ രക്ഷപ്പെട്ടു പോകുമെന്ന് തോന്നുന്നു. കാരണം ആ ഒരു സീക്രട്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആര്യൻ്റെ ഗ്രാഫ് ഭയങ്കരമായിട്ട് ഉയർന്നു പോയിട്ടുണ്ട്. അപ്പോൾ ആര്യൻ്റെ കേസിൽ നമുക്ക് ആര്യൻ സേഫ് ആകുമെന്ന് ഏകദേശം പറയാനായിട്ട് സാധിക്കും. പിന്നീട് സാധ്യതയുള്ള മത്സരാർത്ഥികളാണ് ഈ പറയുന്ന നേവിനും അക്ബർ ഖാനും. പിന്നെ വേദലക്ഷ്മിക്കും ചെറിയൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മത്സരാർത്ഥികൾക്ക് ജിയോ ഹോട്ട്സ്റ്റാറിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തുക. അൺഒഫീഷ്യൽ പോളിംഗ് സൈറ്റുകളിലും യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകൾക്കൊക്കെ നിങ്ങൾ വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് യാതൊരു പ്രയോജനം ആ ഒരു കണ്ടസ്റ്റന്റിന് കിട്ടാനില്ല. അവർക്ക് പ്രയോജനപ്പെടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജിയോ ഹോട്ട്സ്റ്റാറിൽ കയറിയിട്ട് ഡേ ബൈ ഡേ നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട വോട്ടുകൾ അവർക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കണം എന്നല്ല ചെയ്യണം. അല്ലെങ്കിൽ ഏറ്റവും അത്യാവശ്യം കുഴപ്പമില്ലാത്ത മത്സരാർത്ഥികളൊക്കെ എവിക്ഷൻ്റെ ഭാഗമായിട്ട് പുറത്തു പോവേണ്ടത് വീണ്ടും ബിഗ് ബോസ് ഹൗസിൽ നമുക്ക് കാണേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഷാനവാസിൻ്റെ കേസ്. ഷാനവാസ് നമുക്കറിയാം ലാലേട്ടൻ്റെ മുമ്പിൽ ഈ ഒരു 10ാം ആഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡിൽ ഒരുപാട് എക്സ്പോസ്ഡ് ആയിപ്പോയി. കാരണം ഭയങ്കരമായിട്ട് ഷാനവാസിന് ബിഗ് ബോസ് വേണ്ടാന്നായിപ്പോയി. അതിൽ നിന്നൊക്കെ കുറച്ചുകൂടി ഉയർന്ന പുള്ളിക്കാരൻ ഈ ഒരു ഡേ ഒക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ ഗെയിമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഷാനവാസും ഈ ഒരു വീക്കിൽ സേഫ് ആകുമെന്ന് നമുക്ക് പറയാം. പിന്നെ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനം നോക്കുമ്പോൾ നൂറയൊക്കെ സേഫ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വോട്ടിങ്ങിൽ ഏറ്റവും കൂടുതൽ ബാക്കിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻസ് എന്ന് പറയാൻ പറ്റിയത് നേവിനും അക്ബർ ഖാനും തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും ഈ ഒരു വീക്കിൽ പുറത്തു പോകാനായിട്ട് പോകുന്നത്? തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ഒരു വീക്കിൽ നിങ്ങൾ ആർക്കായിരിക്കും വോട്ട് ചെയ്യാൻ പോകുന്നത് അതും കൂടി താഴെ കമൻറ്റ് ചെയ്തേക്കുക. ബിഗ് ബോസ് മലയാളം സീസൺ 7ൻ്റെ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്